ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മൈദ ഇതിനെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ റവ, 1.5 ടീസ്പൂൺ ഷുഗർ. ഇവിടെ ഞാൻ 25 ഗ്രാം ബട്ടറും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചെറു ചൂടുവെള്ളം ഇത് കുഴയ്ക്കുന്നതിന്. ഇത് നമ്മൾ പരത്തി എടുക്കുമ്പോൾ വെതറാൻ വേണ്ടി കുറച്ച് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് മൈദ കുഴച്ചെടുക്കാം. മൈദയിലേക്ക് റവയും പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് ഡോ തയ്യാറാക്കാം. ഇതുപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇത് ഒത്തിരി സോഫ്റ്റും ആവില്ല, അതുപോലെ ഒത്തിരി ഹാർഡ് ആവില്ല. ഒരു മീഡിയം പരുവത്തിൽ നിൽക്കണം. ഈ പരുവത്തിലാണ് എടുക്കേണ്ടത്. ഇനി ഇത് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇവിടെ ഇപ്പം ഞാനിത് മൂന്ന് ബോളാക്കിയാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് പൊടി തട്ടിയിട്ട് എടുത്ത് വെക്കാം. ബാക്കി അതുപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ പൊടി തട്ടി വെക്കുമ്പോൾ ഇത് അടിയിൽ പിടിക്കത്തില്ല. ഇനി ഇത് വീണ്ടും ഒരു 15 മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കണം. നല്ല കട്ടി കുറച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള ബെഞ്ച് ടോപ്പിലേക്ക് കുറച്ച് പൊടി വിതറി ഇതിന് ഇത് നന്നായിട്ട് നല്ല കട്ടി കുറച്ചെടുക്കണം. ഇതിൻ്റെ ഷേപ്പ് നോക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നല്ല കട്ടി കുറയണം. ഞാൻ നല്ല നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. ഇതുപോലെ നൈസാക്കി പരത്തണം. ഇനി ഇതിലേക്ക് ബട്ടർ പരട്ടി കൊടുക്കാം. ഇനി ഇത് പതുക്കെ വരഞ്ഞു കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ തടവി കൊടുക്കാം. ഇനി
ഇത് ഒരു സൈഡിൽ നിന്ന് പതുക്കെ നീക്കി ഇങ്ങനെ മടക്കി മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരണം. നമുക്ക് ഈ നൈഫ് വെച്ച് വേണമെങ്കിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇത് ചുരുട്ടി ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മൂന്നും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ആദ്യം തന്നെ ഇത് പരത്തിയെടുക്കണം. നമ്മുടെ കൈയുടെ ഈ ഭാഗം വെച്ച് പരത്തിയെടുക്കാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കില്ല, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ സൈഡൊന്ന് അടിച്ചു കൊടുക്കാം. ഈ മൂന്നെണ്ണം ഒരുമിച്ചിട്ട് വെച്ച്. അപ്പോൾ ഇതിൻ്റെ ലെയറൊക്കെ വിട്ടു പോകുന്നോളും. ഓൾറെഡി പതുക്കെ വിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ലെയറെല്ലാം വിട്ടു വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്.